അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി നിങ്ങൾ ടൈറ്റിൽ കണ്ടല്ലോ അല്ലേ? അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് കപ്പ വെച്ചിട്ട് നമ്മുടെ സ്വന്തം കപ്പ വെച്ചിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന്. അധികം പണിയൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഞാൻ ചോറും കൂടെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോൾ 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എല്ലാം ടീസ്പൂണിൻ്റെ കണക്കിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക, കാരണം നമ്മൾ കപ്പ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച കപ്പയാണ്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ്. കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഉപയോഗിക്കുന്നത് കപ്പ ആയതുകൊണ്ടാണ് ഞാൻ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. അത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ കപ്പ ഉടയുന്ന കപ്പയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. ചിലതൊക്കെ നല്ലോണം ഉടയും കപ്പ. ഈ കപ്പ അത്രയ്ക്കും അങ്ങനെ ഉടയുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തട്ടെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഈ ചോറ് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പൊന്നിയരി എടുത്തു എന്ന് മാത്രം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ എന്തത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കപ്പയുടെ ഇടയ്ക്കിടയ്ക്ക് പീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിലേക്ക് ഞാൻ ഇത് നമ്മുടെ ഈ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളതല്ലേ, ഇത് നമുക്ക് നല്ലോണം കയ്യിലിട്ട് പരത്താൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് അല്ല, സാധാരണ ബ്രെഡ് ജസ്റ്റ് പൊടിച്ചെടുത്തത് മാത്രമാണ്. കാരണം നമ്മൾ കട്ട്ലറ്റിൻ്റെ മേലെ ഇടുന്ന ബ്രെഡ് ക്രംസ് അല്ല. നിങ്ങൾക്ക് അതാണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് എത്ര വേണമെന്നുള്ളത് നമുക്കിത് കുഴച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇതിപ്പോൾ 2 ബ്രെഡ് പൊടിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം, കാരണം നേരത്തെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഉറപ്പായിട്ട് കുഴച്ചെടുക്കരുത്. നിങ്ങൾ കുറച്ചൊരു വാട്ടറി ആയിട്ട് നിൽക്കണം. കാരണം എന്താ വെച്ചാൽ ഇതൊരു വെജിറ്റേറിയൻ കട്ട്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എഗ്ഗ് എടുക്കുന്നില്ല. ബ്രെഡ് ക്രംസിൽ ഡയറക്റ്റ് ആയിട്ട് മുക്കി അതിൻ്റെ മേലെ പുരട്ടിയിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വേറെ മൈദപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഒക്കെ കലക്കി ഒരു മിക്സ് ഉണ്ടാക്കണം. അതിൽ നിന്ന് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനാണ്. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണയൊന്നും ആക്കുന്നുണ്ട്. കുറച്ചൊരു എണ്ണ ഒഴിക്കുക. എന്നിട്ട് 2 കയ്യിലും എണ്ണയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റ് കറക്റ്റ് പരുവായി എന്നാണ് അതിൻ്റെ മീനിങ്. കണ്ടോ, അപ്പോൾ നമ്മളെ കട്ട്ലേറ്റ് കറക്റ്റ് പരുവാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മളെ കയ്യിൽ എണ്ണ വേണം കേട്ടോ, എന്നാലേ അത് കറക്റ്റ് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ബർഗർ പാറ്റീസും ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. സൈഡ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് കറക്റ്റ് ഷേപ്പിലുള്ള കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ബ്രെഡ് ക്രംസ് ഉണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഇങ്ങനെ വച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ്സിലൊക്കെ ആക്കിയെടുക്കുക. നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ക്രംസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രെഡ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ബ്രെഡിനെ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ബ്രെഡിനെ ആ പൊടിച്ചെടുത്ത ബ്രെഡിനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് നല്ലോണം വറുത്തെടുക്കുക. നല്ലോണം വറുത്തെടുക്കുക മീൻസ് എന്ത് ചെയ്യുക, നല്ലോണം ഇങ്ങനെ മൊരിയുന്ന പോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ക്രംസ് റെഡി ആയി കിട്ടും. ഓക്കെ, അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ആണ് ഇത്, അല്ലാതെ പുറത്തുനിന്ന് മേടിച്ച ബ്രെഡ് ക്രംസ് അല്ല കേട്ടോ. ഇതാ അങ്ങനെ നമ്മുടെ
ഫസ്റ്റ് സെറ്റ് കട്ട്ലേറ്റിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് ഞാൻ ആദ്യം ഒരു 1/2 hour എങ്കിലും ഫ്രീസറിൽ വെക്കണം. അതിനായിട്ട് ഒരു പ്ലേറ്റിൽ ജസ്റ്റ് ഒരു കവർ വിരിക്കുക. നിങ്ങളുടെ കയ്യിൽ കവറാണെങ്കിൽ കവർ എന്തായാലും വേണ്ടില്ല, എന്തെങ്കിലും ഒന്ന് വെക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. ഓക്കെ, അതിനായിട്ട് ഞാനൊരു എന്തെങ്കിലും അലൂമിനിയം ഫോയിലോ എന്ത് വേണേൽ വെക്കാം. ഞാനിപ്പോൾ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടുണ്ട് ഈ പേപ്പറിൽ, ഈ പ്ലേറ്റിൽ. ഇതിലേക്ക് ഇതിനെ ഓരോന്ന് എടുത്ത് വെക്കുക. ഇതങ്ങനെ നമുക്ക് ഇതിൻ്റെ ഓരോന്നും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഓരോന്ന് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ നല്ലോണം എണ്ണ ഉണ്ടോ നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എനിക്കൊരു 9 എണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവിൽ. അപ്പോൾ ആ കവറിൽ നമ്മൾ ഇട്ടിട്ട് വെക്കുന്ന സമയത്ത് മൂടി വെക്കാൻ കൂടെ ശ്രദ്ധിക്കണം ഫ്രീസറിൽ വെക്കുമ്പോൾ. അപ്പോൾ ഞാനിതാ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓയിൽ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കട്ട്ലറ്റ് വെച്ച് കൊടുക്കുക. ഫ്ലെയിം എന്ത് ചെയ്യണം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഫുള്ള് കുക്കാവില്ല. ഞാനൊരു 3 എണ്ണം ആണ് അറ്റ് ടൈം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലിടുക. ഒന്ന് കുറച്ച് സമയം അതങ്ങനെ വെക്കാം. പിന്നെ ഒന്ന് ഒരു സൈഡ് കുക്ക് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡൊന്നും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇങ്ങനത്തെയൊക്കെ മറിച്ചിടുമ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴും 2 സ്പൂൺ യൂസ് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഒന്ന് മറിച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം ഇല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ള ഈ കട്ട്ലേറ്റ്, കപ്പ വെച്ചിട്ടുള്ള കട്ട്ലേറ്റ്, കപ്പയും ചോറും വെച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാതെ കപ്പയും ചോറും വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറഞ്ഞു തരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.